ചുമ്മാ സമയം കളയാൻ വേണ്ടി കുത്തി വരച്ചോണ്ടിരുന്നപ്പോൾ എനിക്കൊരാഗ്രഹം നമുക്ക് ലെറ്റേഴ്സ് വെച്ചൊരു ബട്ടർഫ്ലൈനെ വരച്ചാലെന്ന്. അങ്ങനെ പല വീഡിയോസും ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ എടുത്തു യെല്ലോയും ഗ്രീനും. അപ്പോൾ അത് വെച്ച് തന്നെ തുടക്കം കുറിക്കാമെന്ന് വിചാരിച്ചുള്ളൂ. ആദ്യം തന്നെ യെല്ലോ എടുത്ത് നമ്മൾ കാണുന്ന പോലെ കുറേ ഡോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് മക്കളെ, നമ്മൾ ഞെട്ടിപ്പോവും. ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അത്രയും ഭംഗിയായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് കാണാൻ നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. ആദ്യം യെല്ലോയൊക്കെ ഇട്ടു, അത് കഴിഞ്ഞിട്ട് പതിയെ ഗ്രീനിലിടാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ യെല്ലോ ഇട്ട് തീർത്തെ. എസ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്ന ലെറ്റർ. ആദ്യം തന്നെ എസ് എടുത്തേക്കാന്ന് വിചാരിച്ചു. എസ് ആകുമ്പോൾ വിജിലംബിച്ച ബട്ടർഫ്ലൈ വരയ്ക്കാമല്ലോ എന്നായിരുന്നു എൻ്റെ പ്ലാന്. നെക്സ്റ്റ് ഞാൻ ഒട്ടും മടിച്ചിട്ട് നമ്മളെ ഗ്രീനും കൂടെ അപ്ലൈ ചെയ്തു. ഒരു കളർഫുള്ളായി കിടക്കട്ടെ നീ. എനിക്ക് യെല്ലോയും ഗ്രീനും റെഡും ഒക്കെ അടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കളറൊന്നും കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് യെല്ലോയിലും ഗ്രീനിലും തന്നെ ഞാൻ ഈ പരിപാടി നിർത്താൻ തീരുമാനിച്ചു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഇത്രയും കഴിവുണ്ടോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലുക്ക് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ, അതെനിക്ക് കണ്ടിട്ട് കേട്ടോ. തൂക്കലിനും തുടക്കലിനും ഒട്ടും കുറവ് വരണ്ടെന്ന് വിചാരിച്ച് അച്ചറം പുച്ചറം ഞാൻ തൂത്തു കേട്ടോ. ഇനിയാണ് മക്കളെ കളി കിടക്കുന്നത്. ഒരു പൂമ്പാറ്റേനെ ചോദിച്ച് എനിക്ക് കിട്ടിയതോ ഒരു പൂക്കാലം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്ത് ഇവളിങ്ങനെ പറയുന്നതിന്. അപ്പം നമുക്ക് കിട്ടിയതിൽ സന്തോഷിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാമെന്നായിരുന്നു പിന്നീട് എൻ്റെ ശ്രദ്ധ കേട്ടോ. അപ്പോൾ ഒട്ടും മടിച്ചില്ല, ഞാൻ ഇതേ സ്കെച്ച് എടുത്തിട്ട് അത് സ്കെച്ച് എടുത്ത് കളറിലായിരുന്നു. പിന്നെ പേനയെടുത്ത് നമ്മളതിനകത്തൊരു സാധനം ചെയ്തു. അപ്പോൾ ഇതെന്തായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ അതിനകത്തൊരു മുയലിനെ വരച്ചു. ഒരു മുയലിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് തോന്നിയായിരുന്നു? എന്തായാലും എനിക്ക് തോന്നിട്ടോ. കലാകാരന്മാർക്ക് അങ്ങനെയാണല്ലോ, കുത്തി വരച്ചാലും പ്രത്യേകിച്ച് അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. അതാണല്ലോ കല എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ ബട്ടർഫ്ലൈ ആണ് ഉദ്ദേശിച്ചെങ്കിലും അവസാനം എനിക്ക് കിട്ടിയത് ഒരു മുയലിനെ കേട്ടോ. എനിക്കൊരു മുയലിൻ്റെ ഷേപ്പൊക്കെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ടാറ്റ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമുക്കിനി അടുത്ത തവണ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാം കേട്ടോ. ടാറ്റ.